നമ്മിൽ പലരും ധരിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, റമദാൻ സക്കാത്തിന്റെ മാസമാണെന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ അറിയണേ, റമദാൻ സക്കാത്തിന്റെ മാസമില്ല. സക്കാത്തിന്റെ ഒരു മാസമോ കാലമോ ഇല്ല. സക്കാത്ത് ഫർദ് ഐനായ ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്റെ, അവന്റെ സമ്പത്തിന്റെ ബാധ്യതയുടെ ഭാഗത്തിലൂടെ, അവന്റെ സമ്പത്തിലൂടെ അവന്റെ ബാധ്യതയായി തീരുന്ന സമയം എപ്പോഴോ അപ്പോഴാണ് അവൻ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. സക്കാത്തിന്റെ റമദാൻ എന്ന കാലമില്ല. ഇന്ന് തുടങ്ങുന്ന മനുഷ്യന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് അടുത്ത വർഷം അവന്റെ സക്കാത്ത് നൽകേണ്ടത് ഹിജ്റ കലണ്ടർ പ്രകാരം ഇന്നത്തെ ദിവസത്തിന്റെ 14 ദിവസം മുന്നേ കൂട്ടണം. ഇബ്രോ കലണ്ടർ പ്രകാരമല്ല, ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുസ്ലിമീങ്ങളോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞ ഹിജ്റ കലണ്ടർ പ്രകാരമാണ് സക്കാത്തിന്റെ കണക്ക് നോക്കേണ്ടത്. അങ്ങനെ ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ സക്കാത്തിന്റെ കാര്യം അവൻ കൃത്യമായി നടപ്പിലാക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കാനുള്ള സമയം ഏകദേശം ശഅബാനിന്റെ മാസത്തിൽ അല്ലെങ്കിൽ റമദാനിന്റെ മാസത്തിലാകുന്നു എന്ന് കണ്ടാൽ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്, അനുഗ്രഹത്തിന്റെ മാസമാണ്. 170 ഇരട്ടി പ്രതിഫലമുണ്ട്. ആ റമദാൻ ആകട്ടെ എന്ന് കരുതിക്കൊണ്ടവരെ കാത്തുവെക്കില്ല. പിന്നെയോ അവരുടെ രീതിയെ കുറിച്ച് പറയുന്നു, അവരുടെ സമ്പത്തിന്റെ കണക്ക് നോക്കിക്കൊണ്ട് സക്കാത്ത് അവർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്തിന് അവർ മാറ്റിവെക്കുന്നു. എന്നിട്ട് ആ സക്കാത്തിന്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തിക്കൊണ്ട് സക്കാത്തിന്റെ അവകാശികളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്.